നമസ്തേ. ഗുഡ് മോർണിംഗിന് ബാങ്ക് കാശ് പിടിക്കും എന്നതിനാൽ ഇനി ഗുഡ് മോർണിംഗ് അയക്കുന്നില്ല എന്നൊരു സ്നേഹിതൻ പറഞ്ഞു. അയാൾ അതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാറുമില്ല. എന്തെങ്കിലും അഭിപ്രായങ്ങൾ എഴുതി കഴിഞ്ഞാൽ പൈസ പോയാലോ. അയാളുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരുപാട് പൈസ ബാങ്ക് കട്ട് ചെയ്തു. ബാങ്ക് കട്ട് ചെയ്തത് വേറെ ഏതെങ്കിലും കാരണത്തിലാവാം. ഇപ്പോൾ ആ കാരണങ്ങളൊക്കെ ബാങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ SMS ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി എമൗണ്ട് കളക്റ്റഡ് ബൈ ദി ബാങ്ക്സ് ഫോർ SMS ചാർജ് ആൾസോ നോൺ ആസ് SMS അലേർട്സ് ഓർ SMS നോട്ടിഫിക്കേഷൻസ് can vary depending on the bank location and type of account. To general bank charge a small fee for SMS alerts to customers. അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പൈസ ബാങ്ക് ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ എമൗണ്ട് മാത്രം. ഇപ്പോൾ അടുത്ത് വരാതെ 50 പൈസയായിരുന്നു ഒരു SMS-ന്. നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ SMS വരാറുണ്ട്. അതിന് 50 പൈസ വീതമാണ് കളക്ട് ചെയ്യാറ്. അതിപ്പോൾ മാക്സിമം 1 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ പൈസ പിടിക്കുന്നത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് അയച്ചു കഴിഞ്ഞാൽ പണം പോവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്നേഹിതൻ നമ്മുടെ യൂട്യൂബ് ചാനലും കാണുന്നില്ല, ഗുഡ് മോർണിംഗ് അയക്കണില്ല. അയാളുടെ ബന്ധുക്കൾ, അയാളുടെ ഫ്രണ്ട്സിൻ്റെ ആ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ആർക്കും ഇപ്പോൾ അയാൾ ഒരു ബന്ധമില്ലാത്ത വിധത്തിലായിരിക്കണം. അപ്പോൾ അറിവ് എന്നുള്ളത്, നമ്മൾ അറിവ് ഇല്ലാത്ത കാര്യങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവരെ അടുത്ത് ചോദിച്ചുകൊണ്ട് അതൊക്കെ നമ്മൾ കരസ്ഥമാക്കണം. അറിവ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ അറിവ് നമ്പർ 1, പണമൊക്കെ അതിന് ശേഷമുള്ളൂ. അപ്പോൾ അറിവ് സമ്പാദിക്കുക ആദ്യം. ഓക്കെ, താങ്ക് യു.